നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ധ്യാനം നമുക്ക് ആരംഭിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, നീ എഴുന്നള്ളി ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വരണമേ. കർത്താവേ, ദൈവവചനം സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തന്നെ വാക്കുകൾ തന്ന്, ആശയങ്ങൾ തന്ന് ആഴമായ അർത്ഥതലങ്ങളിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവചനങ്ങൾ സംസാരിക്കുമ്പോൾ നിൻ്റെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കണം കർത്താവേ. ശ്രോതാക്കളിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കണം. ആഴമായ അർത്ഥതലങ്ങളിലേക്ക് അവരെ കൊണ്ടുപോയി കർത്താവ് ജീവിതത്തിനൊരു മാറ്റം വരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഒരു പുതുജീവൻ പ്രാപിക്കാനും കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് ജീവിക്കുവാനും കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ, ആമീൻ. നമുക്ക് ഇന്ന് എഫേസ്യസ് ലേഖനം 6-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. 6-ാം വാക്യം: മനുഷ്യരെ പ്രീണിപ്പിക്കുന്നത് പോലെ അവരുടെ കൺമുമ്പിൽ മാത്രം ഇങ്ങനെ പ്രവർത്തിക്കാതെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവഹിതം അനുവർത്തിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ ദാസന്മാരായിരിക്കുവിൻ. ദാസന്മാർ ലൗകിക യജമാനന്മാരോട് ബഹുമാനത്തോടുകൂടി ആയിരിക്കണം എന്ന് 5-ാം വാചകത്തിൽ പറഞ്ഞിട്ട് അതിൻ്റെ തുടർച്ചയായിട്ട് പറയുകയാണ്, ഇത് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് മനുഷ്യരെ പ്രീണിപ്പെടുത്തുന്നത് പോലെയല്ല, കർത്താവിന് വേണ്ടി ചെയ്യുന്നത് പോലെ ആ ഒരു ചിന്തയിൽ നിങ്ങൾ പ്രവർത്തിക്കണം എന്നാണ് പൗലോസ് പറയുന്നത്. ദാസന്മാർ യജമാനന്മാരെ അനുസരിക്കണം, എന്നാൽ അത് മനുഷ്യരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു പ്രവൃത്തിയായി പോകരുത്. പൗലോസ് ഇങ്ങനെ വിശദീകരിക്കുകയാണ്, മനുഷ്യരെ പ്രീതിപ്പെടുത്തുക എന്നതല്ല പ്രധാന ഉദ്ദേശം, അതല്ല, ദൈവഹിതം നിറവേറ്റുകയാണ്. നാം എന്ത് ചെയ്താലും അത് മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടി, അവരുടെ പ്രശംസ ലഭിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമായി മാറിപ്പോകരുത്. അങ്ങനെ ചെയ്യുന്നവർ മറ്റുള്ളവരുടെ കൺമുമ്പിൽ വെച്ച് മാത്രം നന്നായി പെരുമാറും. യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ ദാസന്മാരാണ് നമ്മൾ, അതനുസരിച്ച് വേണം നമ്മൾ പെരുമാറാൻ. അതുകൊണ്ട് നാം നമ്മുടെ യജമാനന്മാരെ സേവിക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടെ ആയിരിക്കണം. ദൈവഹിതം അനുവർത്തിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ പ്രീതി ലഭിക്കും. ദൈവഹിതം എന്തെന്ന് നോക്കാതെ മനുഷ്യരുടെ പ്രശംസ ലഭിക്കുന്നതിന് വേണ്ടി മാത്രം നാം പ്രവർത്തിച്ചാൽ നമുക്ക് ദൈവത്തിൽ നിന്നുള്ള മഹത്വം ലഭിക്കുകയില്ല. മനുഷ്യരിൽ നിന്ന് ലഭിക്കുന്ന പ്രശംസ നിലനിൽക്കുകയില്ല. അത് താൽക്കാലികമായ പ്രശംസ മാത്രമാണ്. യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായം 42-43 വാക്യങ്ങൾ പറയുന്നു, അധികാരികളിൽ പോലും അനേകർ യേശുവിൽ വിശ്വസിച്ചു. എന്നാൽ സിനഗോഗുകളിൽ നിന്ന് ബഹിഷ്കൃതരാകാതിരിക്കാൻ വേണ്ടി ഫരീസേരെ ഭയന്ന് അവരാരും അത് ഏറ്റുപറഞ്ഞില്ല. ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തെക്കാൾ ഉപരിയായി മനുഷ്യരുടെ പ്രശംസയാണ് അവർ അഭിലഷിച്ചത്. ആദിമ സഭയിലൊരു കാര്യമാണ്, പ്രസംഗങ്ങൾ അപ്പോസ്തലന്മാരൊക്കെ നടത്തി. യഹൂദ അധികാരികൾ പോലും പലരും വിശ്വസിച്ചു. പ്രസംഗം കേട്ടപ്പോൾ അവർക്ക് പരിശുദ്ധാത്മ പ്രവർത്തനം ഉണ്ടായി, വിശ്വസിച്ചു. പക്ഷെ ആ കാര്യം ഒന്ന് ഏറ്റുപറയാൻ അവർക്ക് താല്പര്യമില്ല. കാരണം എന്താണ്? സിനഗോഗിൽ നിന്ന് ബഹിഷ്കൃതരാകും എന്നൊരു ഭയം. ഫരീസിയരൊക്കെ അവിടെ നിൽപ്പുണ്ട്. ഞങ്ങൾ ഇങ്ങനെ സാക്ഷ്യം പറയുന്നത് കേട്ടാൽ ഫരീസിയർ ഞങ്ങളെ സിനഗോഗിൽ നിന്ന് തള്ളിക്കളയുമോ ബഹിഷ്കരിക്കുമോ എന്നൊരു ഭയമുള്ളത് കൊണ്ട് അവർ
ഞങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്നുള്ള സത്യം അന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി അവർ മുന്നോട്ട് വന്നില്ല. കാരണം അവർ മനുഷ്യരുടെ പ്രശംസയാണ് ആഗ്രഹിച്ചത്. നാം വിശ്വസിക്കുന്ന ഒരു സത്യം പോലും ഏറ്റുപറയാൻ സാധിക്കാതെ വരുന്നത് നാം മറ്റു ചിലരെ ഭയപ്പെടുന്നത് കൊണ്ടാണ്. മനുഷ്യൻ്റെ പ്രശംസ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ സത്യം നമ്മൾ ഏറ്റുപറയാത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പൗലോസ് കാരാഗൃഹത്തിൽ യേശുക്രിസ്തുവിന് വേണ്ടി സുവിശേഷത്തെ പ്രതി പല പ്രാവശ്യം കാരാഗൃഹങ്ങളിൽ കിടന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം സംഭവിച്ചൊരു കാര്യമാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. പൗലോസ് ഫെലിക്സിൻ്റെ കാരാഗൃഹത്തിൽ കിടന്നൊരു കാര്യത്തെക്കുറിച്ചാണ്. ഫെലിക്സിനാണെങ്കിൽ ക്രിസ്തു മാർഗത്തെക്കുറിച്ച് ഏതാണ്ട് നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. ഫെലിക്സും ഭാര്യ ദ്രൂസിലയും പൗലോസിനെ കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ തന്നെ വിളിപ്പിച്ച് യേശു ക്രിസ്തുവിനെക്കുറിച്ച് അവരിൽ നിന്ന് കൂടുതൽ കേൾക്കും. താല്പര്യമാണ് കേൾക്കാൻ. നീതിയെക്കുറിച്ചും ആത്മനിയന്ത്രണത്തെക്കുറിച്ചും വരാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ചും ഒക്കെ പൗലോസ് സംസാരിച്ചു. അത് കേട്ടപ്പോൾ ഫെലിക്സിന് ഭയം. കാര്യം നീതിയെക്കുറിച്ച്, ആത്മനിയന്ത്രണത്തെക്കുറിച്ച് അതൊക്കെ ഫെലിക്സിന് പ്രയാസമുള്ള കാര്യങ്ങളാണ്. വരാനിരിക്കുന്നൊരു ന്യായവിധിയുണ്ട്. ഇതൊക്കെ കേട്ടപ്പോഴത്തേന് ഫെലിക്സിന് ഒരല്പം ഭയം. പക്ഷെങ്കിൽ പൗലോസ് പറയുന്നതൊക്കെ ശരിയാണ്. എന്നാൽ പൗലോസിനെ അങ്ങ് കാരാഗൃഹത്തിൽ നിന്ന് മോചിപ്പിക്കാമെന്ന് വിചാരിക്കത്തില്ല. കാരണം പൗലോസിൽ നിന്ന് കൈക്കൂലി വാങ്ങിക്കാവുന്ന ഈ ഫെലിക്സിൻ്റെ ഒരു ധാരണ. അതുകൊണ്ട് പൗലോസിനെ തടവുകാരനായി തന്നെ അങ്ങ് സൂക്ഷിച്ചു. പിൻഗാമി വന്നപ്പോഴും അവിടെ പൗലോസിനെ തടവുകാരനായി തന്നെ ഇട്ടിട്ടാണ് ഫെലിക്സ് പോയത്. പിൻഗാമിയായിട്ട് വന്നത് ഫെസ്തൂസ് എന്ന് പറയുന്ന ആളാണ്. അപ്പോസ്തല പ്രവൃത്തിയിൽ 24:27 ഇതിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. യഹൂദരോടെ ആനുകൂല്യം കാണിക്കാൻ ആഗ്രഹിച്ചതിനാൽ ഫെലിക്സ് പൗലോസിനെ തടവുകാരനായി തന്നെ വിട്ടുപോയി. അല്പം പ്രശംസിച്ച് യഹൂദർ പറഞ്ഞെങ്കിൽ അത് ആ പ്രശംസയല്ലേ വേണ്ടത്. നീതി ന്യായം നടത്താനല്ല അദ്ദേഹം ആഗ്രഹിച്ചത്. അതുകൊണ്ട് പൗലോസിനെ കാരാഗൃഹത്തിൽ തന്നെ വിട്ടിട്ട് പോയി. ദൈവഹിതപ്രകാരം വിശ്വാസം സ്വീകരിച്ച് ജീവിക്കുന്നതിനേക്കാൾ ഒരു താൽക്കാലിക ആനുകൂല്യമായ കൈക്കൂലി വാങ്ങിക്കുന്നതിൽ ചിലർ താല്പര്യം കാണിക്കും. അങ്ങനെ താല്പര്യം കാണിക്കുന്നത് കൊണ്ട് നിത്യമായി ലഭിക്കേണ്ട ആ നിത്യജീവൻ അങ്ങ് നഷ്ടപ്പെടും. അത് നമ്മൾ പലരും അത് മനസ്സിലാക്കുന്നില്ല. തൽക്കാലം ഒരു 100 രൂപ അല്ലെങ്കിൽ 1000 രൂപ അല്ലെങ്കിൽ വലിയ തുക 2 ലക്ഷമായിരിക്കാം, അത് കിട്ടുന്നെങ്കിൽ അതിങ്ങ് വാങ്ങിക്കാമെന്ന പലരും വിചാരിക്കുന്നത് ദൈവം കാണുന്നു എന്ന് പോലും അവർക്ക് ചിന്തയില്ല. ഇവിടെ വാചകത്തിൽ നമ്മളോട് പൗലോസ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ക്രിസ്തുവിൻ്റെ ദാസന്മാരായിരിക്കണം. ക്രിസ്തുവിൻ്റെ ദാസന്മാരായിരിക്കണം. യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായം 26-ാം വാക്യം പറയുന്നു, യേശു പറയുകയാണ്, എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനുമായിരിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. പ്രതിഫലമായി നമുക്ക് കർത്താവിൽ നിന്ന് അവകാശം കിട്ടും എന്നുള്ള കാര്യം കൂടെ നമ്മൾ അറിയണം. കൊളോസോസ്കാരുടെ ലേഖനത്തിലെ 3-ാം അധ്യായം 24-ാം വാക്യത്തിൽ പൗലോസ് എഴുതിയിരിക്കുന്നു, നിങ്ങൾക്ക് പ്രതിഫലമായി കർത്താവിൽ നിന്ന് അവകാശം ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. കാരണം കർത്താവായ ക്രിസ്തുവിനെ തന്നെയാണല്ലോ നിങ്ങൾ ശുശ്രൂഷിക്കുന്നത്. പ്രതിഫലം നമുക്ക് കിട്ടും. മനുഷ്യനെ സേവിക്കുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ജീവിതത്തെ ശ്രേഷ്ഠമാക്കലാണ്. അപ്പം മനുഷ്യനെ സേവിക്കുന്നത് നല്ലതാണ്. മർക്കോസ് 10-ാം അധ്യായം 43-44 വാക്യങ്ങളിൽ പറയുന്നു, യേശു കർത്താവ് തന്നെ പറയുന്ന കാര്യമാണ്, നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനായിരിക്കണം.
മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്ക് വേണ്ടി മോചനദ്രവ്യമായി നൽകുവാനും അത്രേ. യേശുക്രിസ്തു എന്തിനാ മനുഷ്യനായിട്ട് വന്നത്? സ്വന്തം ജീവൻ സമർപ്പിക്കുകയാണ് മോചനദ്രവ്യമായിട്ട്. പാപികളായ നമ്മളെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുക, അതിൻ്റെ പണമാണ് ഈ മോചനദ്രവ്യം എന്ന് പറയുന്നത്. അതിന് വേറെ ആരും പണം കൊടുക്കാനില്ല, മോചനദ്രവ്യം കൊടുക്കാനില്ല. യേശുക്രിസ്തു മോചനദ്രവ്യമായിട്ട് നൽകപ്പെടാൻ വേണ്ടി അവൻ മനുഷ്യനായി അവതരിച്ചു, ക്രൂശിലെ ബലി അർപ്പിച്ച് നമുക്ക് വേണ്ടി സ്വയം ജീവൻ സമർപ്പിക്കുകയാണ് ചെയ്തത്. അതിനുവേണ്ടിയാണ് കർത്താവ് വന്നത്. ലൂക്കാ സുവിശേഷം 10-ാം അധ്യായത്തിൽ നല്ല സമറിയക്കാരൻ്റെ ഉപമ യേശു പറയുന്നുണ്ട്. കവർച്ചക്കാരുടെ കയ്യിലകപ്പെട്ട മനുഷ്യന് അയൽക്കാരനായി വർത്തിച്ചത് ഒരു സമറിയക്കാരനായിരുന്നു എന്ന് നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാക്കുന്നു. അയാൾ മനസ്സലിവുള്ളവൻ ആയിരുന്നു. അടുത്ത് എന്ന് എണ്ണയും വീഞ്ഞും വെച്ച് മുറിവുകൾ വച്ച് കെട്ടി കഴുതപ്പുറത്ത് കയറ്റി സത്രത്തിൽ കൊണ്ടുവന്ന് പരിചരിച്ചു. എണ്ണയും വീഞ്ഞും ഒക്കെ പകരുക എന്ന് പറഞ്ഞാൽ അന്നത്തെ മരുന്നൊക്കെ ഇതൊക്കെയാണ്. എണ്ണയും വീഞ്ഞും മുറിവിലോട്ട് പകർന്ന് വെച്ച് കെട്ടും. പ്രഥമ ശുശ്രൂഷ. പിന്നെ സത്രത്തിൽ കൊണ്ടുപോയി ചികിത്സിക്കാനായിട്ട് അദ്ദേഹം തന്നെ കൊണ്ടുപോയി സത്രത്തിലാക്കി, അവിടെ വെച്ച് പരിചരിക്കുകയും ചെയ്തു. നാമും ഇതുപോലെ ചെയ്യാൻ കടപ്പെട്ടവരാണ്. അതിനാണല്ലോ കർത്താവ് ഈ കാര്യമൊക്കെ പഠിപ്പിക്കുന്നത്. ഇതുപോലെ ചെയ്യാൻ നാം കടപ്പെട്ടവരാണ്. എനിക്ക് അത്യാവശ്യമായിട്ട് ഇവിടുത്തെ പോകണമെന്ന് എനിക്ക് നിൽക്കാനൊക്കത്തില്ല, എനിക്ക് പോയേ പറ്റൂ, അങ്ങനൊന്നും നമ്മൾ ധൃതി വെക്കണ്ട. ഇതൊക്കെ ചെയ്യാൻ ആ കർത്താവ് നമ്മളെ ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്നത്. യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായത്തിൽ യേശു ഒരു കാര്യം ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. 13-ാം അധ്യായം, ശിഷ്യന്മാരുടെ പാദങ്ങൾ യേശു കഴുകുന്നു. എന്നിട്ട് യേശു അവിടെ സ്വസ്ഥാനത്തിരുന്നിട്ട് പറയുകയാണ്, യേശു അവരോട് ഇങ്ങനെ പറയുകയാണ്. 13-ാം അധ്യായത്തിൻ്റെ 13-ഉം 14-ഉം വാക്യങ്ങളാണ്. നിങ്ങൾ എന്നെ ഗുരു എന്നും കർത്താവ് എന്നും വിളിക്കുന്നു. അത് ശരി തന്നെ. നിങ്ങളുടെ ഗുരുവും കർത്താവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. അങ്ങനെ ചെയ്യുന്നത് നമ്മെ ക്രിസ്തുവിനെ പോലെ ആക്കുന്നു. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, നമ്മളൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഈ മറ്റുള്ളവരുടെ പാദങ്ങൾ കഴുകണം എന്ന ഒരു വാക്കാണ് കർത്താവ് പറഞ്ഞത്. അതിനോടനുബന്ധിച്ച് ഇതെൻ്റെ അപ്പമാകുന്നു, ഇതെൻ്റെ ശരീരമാകുന്നു എന്ന് അപ്പോഴത്തെ വാഴ്ത്തി പറയുകയും ഇതെൻ്റെ രക്തമാകുന്ന വീഞ്ഞെടുത്ത് വാഴ്ത്തി പറയുകയും ചെയ്യുമ്പോൾ നമ്മൾ അത് അനുവർത്തിക്കുന്നുണ്ട്, അത് ആചരിക്കുന്നുണ്ട്. തീരെ കുറഞ്ഞാലും ഞായറാഴ്ചയെങ്കിലും, പല പള്ളികളിലും എല്ലാ ദിവസവും വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്യുന്നു. അത് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം പറഞ്ഞ ഒരു കാര്യം, പ്രത്യേകിച്ച് യോഹന്നാൻ അപ്പോസ്തലനെ പ്രാധാന്യം കൊടുത്ത് പറഞ്ഞ കാര്യം കാൽകഴുകൽ ശുശ്രൂഷയെക്കുറിച്ചാണ്. നമ്മളും പരസ്പരം പാദങ്ങൾ കഴുകുന്നത് നല്ലതാണെന്നല്ല യേശു പറഞ്ഞത്, നിങ്ങൾ പരസ്പരം പാദങ്ങൾ കഴുകണം. ആ കാര്യം നമ്മൾ ചെയ്യുന്നില്ല. ഒരു ആചാരമായിട്ട് മറ്റുള്ളവരുടെ കാല് കഴുകുന്നതിനെക്കുറിച്ച് മാത്രമല്ല, നമ്മുടെ ശുശ്രൂഷാ മനോഭാവം, മറ്റുള്ളവരെ ശുശ്രൂഷിക്കണം, അതിന് നമുക്ക് കടപ്പാടുണ്ട് എന്നാണ് കാണിക്കുന്നത്. പലരും ചെയ്യുന്നുണ്ടായിരിക്കും, ഇല്ല എന്നല്ല, പക്ഷേ അത് നമ്മൾ പ്രത്യേകമായിട്ട് കർത്താവ് പറഞ്ഞൊരു കാര്യമാണെന്ന് പ്രത്യേകമായിട്ട് ചിന്തിക്കണം. നമ്മുടെ സഹോദരൻ്റെ, നമ്മുടെ അയൽക്കാരൻ്റെ പാദങ്ങൾ കഴുകുവാൻ കർത്താവ് പറഞ്ഞിരിക്കുന്നു. അത് നമ്മൾ ചെയ്യണം. കുർബാന നമ്മൾ ചെയ്യുന്നു, മറ്റേതും കർത്താവ് തന്നെയാണ് പറഞ്ഞത്, നിങ്ങൾ ചെയ്യണം. മറ്റുള്ളവർക്ക് സേവനം ചെയ്യുമ്പോൾ അവരുടെ ജീവിത ഭാരം ഒന്ന് കുറയും. അപ്പോൾ അവർക്കൊരു സഹായമാണല്ലോ, നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുക. അപ്പോൾ അവരുടെ ജീവിതഭാരം ഒന്ന് കുറയും. പൗലോസ് ഇങ്ങനെ പഠിപ്പിക്കുന്നത് ഗലാത്യർ 6-ാം അധ്യായം 2-10 വാക്യങ്ങളിൽ പറയുന്നു, പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ നിയമം പൂർത്തിയാക്കുവിൻ.
ക്രിസ്തുവിൻ്റെ നിയമത്തിൽ അതാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് പൗലോസ് പറയുന്നത്. പരസ്പരം ഭാരങ്ങൾ വഹിക്കണം. അവൻ്റെ ഭാരം അവൻ വഹിക്കട്ടെ, എനിക്കൊത്തിരി ഭാരമുണ്ട് എന്ന് വിചാരിച്ച് ഇരിക്കുകയല്ല. അവൻ്റെ ഭാരം ഒന്ന് താങ്ങിക്കൊടുക്കാൻ, വഹിക്കാൻ നമുക്ക് കടമയുണ്ട്. ആകയാൽ നമുക്ക് അവസരം ലഭിച്ചിരിക്കുന്നത് കൊണ്ട് സകല മനുഷ്യർക്കും, പ്രത്യേകിച്ച് വിശ്വാസത്താൽ ഒരേ കുടുംബത്തിൽപ്പെട്ട അംഗങ്ങളായവർക്ക് നമ്മൾ നന്മ ചെയ്യണം. സകല മനുഷ്യർക്കും, പ്രത്യേകിച്ച് വിശ്വാസത്തിൽ നമ്മളൊരു കൂട്ടായ്മയിലാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് നന്മ ചെയ്യാനായിട്ട് നമ്മൾ താല്പര്യം കാണിക്കണം. ഒരു കാര്യം പൗലോസ് പറയുമ്പോൾ, നമുക്ക് അവസരം ലഭിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ വേണ്ടി നന്മ ചെയ്യണം. നന്മ ചെയ്യാൻ അവസരം ലഭിച്ചിരിക്കുന്നു. എനിക്ക് നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അതിനൊരു അവസരം കിട്ടുന്നില്ലല്ലോ എന്ന് ചിലർ വിചാരിക്കും. നന്മ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് അതിൻ്റെ അവസരങ്ങൾ ദൈവം ഉണ്ടാക്കി കൊടുക്കുന്നു. അപ്പോൾ അത് നമ്മൾ പ്രവർത്തനത്തിലാക്കണം. നന്മ ചെയ്യാൻ അവസരം ലഭിക്കുന്നത് തന്നെ ഒരു അനുഗ്രഹമാണ്. ചിലർക്ക് അവസരം കിട്ടത്തില്ല ഒരു നന്മ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് പോലും. ഇപ്പോൾ അവസരം കിട്ടുന്നു, അതൊരു അനുഗ്രഹമാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്താലും ദൈവഹിതം എന്താണെന്ന് നമ്മളൊന്ന് അന്വേഷിച്ച് അറിയണം. ദൈവഹിതമാണ് നമ്മൾ അനുവർത്തിക്കേണ്ടത്. നമുക്ക് ഏതെങ്കിലും മനസ്സിൽ തോന്നുന്നൊരു കാര്യമല്ല, ദൈവഹിതം നടക്കണം. അതാണ് നമ്മുടെ ആഗ്രഹം. യേശു ക്രിസ്തുവിലൂടെയാണ് ദൈവഹിതം നമ്മിൽ പ്രവർത്തിക്കുന്നത്. അവിടത്തേക്ക് അഭികാമ്യമായത് പ്രവർത്തിക്കാൻ നമുക്ക് അപ്രകാരമാണ് സാധിക്കുന്നത്. നമുക്കൊരാഗ്രഹമുണ്ട്, കർത്താവിന് അഭികാമ്യമായത് നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഏതാണ് ചെയ്യേണ്ടത് എന്ന് നമുക്കറിയാമായത് വരും. അതാണ് പറഞ്ഞത്, ദൈവഹിതം എന്താണെന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. ദൈവഹിതം ഒന്ന് പറഞ്ഞു തരണേ നമ്മളൊന്ന് പ്രാർത്ഥിക്കണം. ദൈവഹിതമാണ് നമ്മൾ നിറവേറ്റേണ്ടത്. ഹെബ്രായ ലേഖനം 13-ാം അധ്യായം 20-21 വാക്യങ്ങളിൽ ആടുകളുടെ വലിയ ഇടയനെ, നമ്മുടെ കർത്താവായ യേശുവിനെ, മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച സമാധാനത്തിൻ്റെ ദൈവം നിത്യമായ ഉടമ്പടിയുടെ രക്തത്താൽ എല്ലാ നന്മകളും കൊണ്ട് നിങ്ങളെ ധന്യരാക്കട്ടെ. അങ്ങനെ യേശുക്രിസ്തുവിലൂടെ നമ്മിൽ പ്രവർത്തിക്കുന്ന അവിടുത്തെ ഹിതം, അവിടുത്തേക്ക് അഭികാമ്യമായത് നിറവേറ്റാൻ നിങ്ങളെ സഹായിക്കട്ടെ. അവന് എന്നും എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമീൻ. യേശുക്രിസ്തുവിലൂടെ ദൈവത്തിൻ്റെ ഹിതം നമ്മളിൽ നിറവേറുകയാണ്. അത് അങ്ങനെ നിറവേറാൻ നമ്മളെ തന്നെ വിട്ടുകൊടുക്കണം. അപ്പോൾ നമുക്ക് ദൈവത്തിന് മഹത്വം പറയുവാനായിട്ടുള്ള അവസരമാണ് ലഭിക്കുന്നത്. നമ്മൾ ദൈവഹിതത്തിന് കീഴടങ്ങണം. ദൈവത്തിന് എന്താണ് ഇതിൽ നിന്ന് ആഗ്രഹമുള്ളത്? ദൈവത്തിൻ്റെ ഹിതം നടക്കട്ടെ, അതിന് നമ്മൾ കീഴടങ്ങണം. ഹൃദയത്തിലെ പ്രമാണത്തിൻ്റെ ഒരു ഫലമാണത്. സങ്കീർത്തനം 40:8 പറയുന്നു, എൻ്റെ ദൈവമേ, അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം, അങ്ങയുടെ നിയമം എൻ്റെ ഹൃദയത്തിൽ ഉണ്ട്. എൻ്റെ സന്തോഷം എന്താണ്? അങ്ങയുടെ ഹിതം നിറവേറ്റുക എന്നുള്ളതാണ്. അങ്ങയുടെ ആ നിയമങ്ങളൊക്കെ എൻ്റെ ഹൃദയത്തിലുണ്ട്. ആ നിയമങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ വേണമെങ്കിൽ അല്ലേ ഹിതമനുസരിച്ച് പ്രവർത്തിക്കാനൊക്കെ ഉള്ളൂ. എൻ്റെ ഇഷ്ടം, എൻ്റെ സന്തോഷം എന്ന് പറയുന്നത് നിൻ്റെ ഹിതം നിറവേറ്റുക എന്നുള്ളതാണ്. ഇതിന് ഒരു പ്രാർത്ഥന ആവശ്യമുണ്ട്. സങ്കീർത്തനം 143:10 പറയുന്നു, അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. എന്തെന്നാൽ അവിടുന്നാണ് എൻ്റെ ദൈവം, അങ്ങയുടെ നല്ല ആത്മാവ് എന്നെ നിരപ്പുള്ള വഴിയിലൂടെ നയിക്കട്ടെ. അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ എന്നെ ഒന്ന് പഠിപ്പിക്കണം. ഏതാണ് ദൈവത്തിൻ്റെ ഹിതമെന്ന് പോലും ചിലപ്പോൾ നമുക്കറിയത്തില്ല. ദൈവമേ ഒന്ന് പറഞ്ഞു തരണമേ, അത് പ്രവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. മത്തായി 6:10 കർത്താവ് ഒരു പ്രാർത്ഥന പഠിപ്പിച്ച കാര്യമുണ്ട്. അതിലൊരു വാചകം ഇങ്ങനെയാണ്, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അങ്ങയുടെ രാജ്യം വരണം, ഈ ഭൂമിയിൽ കർത്താവിൻ്റെ രാജ്യം വരണം. അപ്പോൾ എല്ലാ സമാധാനവും ഐശ്വര്യവും സമ്പൂർണവും എല്ലാം ആയിരിക്കും. അങ്ങയുടെ രാജ്യം വരണം, അങ്ങയുടെ ഹിതം
ആയിരിക്കണം ഇവിടെ നടക്കേണ്ടത്. അത് സ്വർഗത്തിൽ എങ്ങനെയാണ് നടക്കുന്നത്, അതുപോലെ ഇവിടെയും നടക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ യുദ്ധങ്ങളൊക്കെ ഇല്ലാതാകും, സമാധാനവും സന്തോഷമൊക്കെ ഉണ്ടാകുകയും ചെയ്യും. പിതാവിൻ്റെ ഹിതം നിറവേറ്റാൻ യേശു തന്നെ പ്രാർത്ഥിച്ച് നമുക്കൊരു മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. മത്തായി 26:42 നാം ഇങ്ങനെ വായിക്കുന്നു. യേശു പ്രാർത്ഥിക്കാൻ ഗെത്സമേനയിൽ തോട്ടത്തിൽ പോയപ്പോൾ രണ്ടാം പ്രാവശ്യവും യേശു പോയി പ്രാർത്ഥിച്ചു, എൻ്റെ പിതാവേ, ഞാൻ കുടിക്കാതെ ഇത് കടന്നു പോവുകയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം നിറവേറ്റണമേ. നീ ആഗ്രഹിക്കുന്നത് ഞാനിത് കുടിക്കണമെന്നാണല്ലേ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ, അങ്ങയുടെ ഹിതം നിറവേറട്ടെ. നമ്മളും അങ്ങനെ തന്നെയാണ് പ്രാർത്ഥിക്കേണ്ടത്. കർത്താവേ, നിൻ്റെ ഹിതം നിറവേറണം. എന്താണ് നിൻ്റെ ഹിതമെന്ന് നമുക്ക് അറിയത്തില്ല പലപ്പോഴും. നിൻ്റെ ഹിതം നിറവേറണമേ. കർത്താവിൻ്റെ ഹിതം നിറവേറ്റാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിച്ചാലേ നമ്മളിലെ ആത്മീയ പരിജ്ഞാനം അതിലേക്ക് നമ്മളെ നയിക്കുകയാണ്. നമുക്ക് ആത്മീയ പരിജ്ഞാനം ഉണ്ടാകും. യോഹന്നാൻ 7:17 പറയുന്നു, അവിടുത്തെ ഇഷ്ടം നിറവേറ്റുവാൻ മനസ്സുള്ളവൻ ഈ പ്രബോധനം ദൈവത്തിൽ നിന്നുള്ളതോ അതോ ഞാൻ സ്വയം നൽകുന്നതോ എന്ന് മനസ്സിലാക്കും. നമുക്ക് ഒരു ഹിതം ഉണ്ടായിരിക്കണം, ദൈവത്തിൻ്റെ ഹിതം നിറവേറാനായിട്ട്. അങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ പ്രബോധനം യേശു കർത്താവ് പറഞ്ഞ പ്രബോധനത്തിൻ്റെ കാര്യമാണ്. അത് ദൈവത്തിൽ നിന്ന് വരുന്ന ഒരു പ്രബോധനമാണോ അതോ യേശു കർത്താവ് സ്വയം നൽകുന്ന ഒരു പ്രബോധനമാണോ എന്ന് മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. റോമർ 12:2 പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവീൻ. രൂപാന്തരം വരുന്നത് എങ്ങനെയാണ്? മനസ്സിൻ്റെ നവീകരണം വഴിയാണ്. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. ദൈവഹിതം എന്തെന്ന് നമുക്കറിയണമെങ്കിൽ നമ്മുടെ മനസ്സാദ്യം ഒന്ന് നവീകരിക്കപ്പെടണം. നല്ലത്, ദൈവത്തിന് പ്രീതിജനകമായത്, പരിപൂർണമായത് എന്തെന്നൊക്കെ നമുക്ക് തിരിച്ചറിയണം. അതിന് നമ്മുടെ മനസ്സിന് നവീകരണം വഴി നമുക്കിതൊക്കെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവഹിതമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രമാണമാണ്. യാക്കോബ് 4:15 പറയുന്നു, നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത്, കർത്താവ് മനസ്സാകുന്നെങ്കിൽ ഞങ്ങൾ ജീവിക്കുകയും യഥായുക്തം പ്രവർത്തിക്കുകയും ചെയ്യും. പൗലോസ് അപ്പോസ്തലനെ പറയുകയാണ്, നാളെ ഇന്നിടത്ത് പോയി ഞങ്ങളത് ചെയ്ത് ഇതൊക്കെ സമ്പാദിച്ച് കൊണ്ടുവന്ന് അത് ചെയ്യുമെന്നൊക്കെ നിങ്ങളങ്ങനെ നിങ്ങളുടെ ഒരു ബുദ്ധിശക്തി ഉപയോഗിച്ചങ്ങ് പറയരുത്. കാരണം ഇതെല്ലാം നിശ്ചയിക്കുന്നത് കർത്താവാണ്. അപ്പോൾ പറയുമ്പോൾ തന്നെ ഇങ്ങനെ പറയണം, കർത്താവ് മനസ്സാകുന്നെങ്കിൽ ഞങ്ങൾ ജീവിക്കുകയും യഥായുക്തം പ്രവർത്തിക്കുകയും ചെയ്യും. കർത്താവ് മനസ്സാകുന്നെങ്കിൽ നമ്മുടെ വീട് വെക്കുന്ന കാര്യമോ മക്കളുടെ വിവാഹത്തിൻ്റെ കാര്യമോ ജോലി സംബന്ധ കാര്യമോ എന്തെങ്കിലും ആട്ടെ, കർത്താവിൻ്റെ ഹിതം അങ്ങനെ ആണെങ്കിൽ കർത്താവെ അത് അനുഗ്രഹിച്ച് തരണമേ. അങ്ങനെ ആയിരിക്കണം നമ്മൾ പറയുന്നത്. കർത്താവിൻ്റെ ഹിതം വേണം അവിടെ നടപ്പാകാൻ. അല്ല, ഞാൻ ആലോചിച്ചുകൊണ്ട് വരുന്ന ഒരു കല്യാണം അതങ്ങനെ നടക്കണമെന്നല്ല, കർത്താവിൻ്റെ ഹിതം നടക്കണം. 1 യോഹന്നാൻ 2:17 പറഞ്ഞിരിക്കുന്നു, ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകുന്നു, ദൈവഹിതം പ്രവർത്തിക്കുന്നതിനാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. നമുക്ക് എന്നേക്കും നിലനിൽക്കാൻ ആഗ്രഹമുണ്ടല്ലോ. ദൈവഹിതം അങ്ങ് പ്രവർത്തിച്ചാൽ മതി, അവൻ എന്നേക്കും നിലനിൽക്കുന്നു. ഇനി നമുക്ക് 6-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിലൊക്കെ കടക്കാം. മനുഷ്യന് വേണ്ടിയല്ല, കർത്താവിന് വേണ്ടി എന്ന പോലെ സന്മനസ്സോടെ ശുശ്രൂഷ ചെയ്യണം. ഈ ജീവിതത്തിലെ ഗ്രഹവിചാരകത്വത്തെക്കുറിച്ച് നമ്മൾ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. എല്ലാവർക്കും ഒരുപോലുള്ള വരമല്ല ലഭിച്ചിരിക്കുന്നത്. വരങ്ങളിൽ തന്നെ വിവിധത്വം ഉണ്ട്, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ പറയുന്നു, യേശു കർത്താവ് പറഞ്ഞ ഒരു കഥയാണ്, ഉപമയാണ്. ഒരുവൻ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഭൃത്യന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ ഭരമേൽപ്പിച്ചുകൊണ്ട്, അതുപോലെയാണ് സ്വർഗരാജ്യം.
അവൻ ഓരോരുത്തൻ്റെയും കഴിവനുസരിച്ച് ഒരുവന് 5 താലന്തും മറ്റൊരുവന് 2ഉം വേറൊരുവന് 1 കൊടുത്ത ശേഷം യാത്ര പുറപ്പെട്ടു. അതുപയോഗിച്ച് ബിസിനസ് നടത്താൻ വേണ്ടിയാണ്. പക്ഷെ കൊടുത്തത് എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുകയല്ല ചെയ്തത്. ഒരാൾക്ക് 5 താലന്ത്, വലിയ തുകയാണ്. മറ്റൊരുവിന് 2 താലന്താണ്. വേറൊരുവന് 1 താലന്തേ കൊടുത്തുള്ളൂ. എന്തുകൊണ്ടാണ് വ്യത്യാസമായിട്ട് കൊടുത്തത്? അതാ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കേണ്ടത്. ഓരോരുത്തൻ്റെയും കഴിവനുസരിച്ച്. അപ്പോൾ വ്യത്യസ്തമായ കഴിവുകളാണ് ദൈവം ഓരോരുത്തർക്കും ഉള്ളത്. ദൈവം കൊടുത്തതാണ്. ആ കഴിവിൻ്റെ അനുസരിച്ചാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും ദൈവം നമുക്ക് ഏൽപ്പിച്ചിട്ട് പോകുന്നത്. പിന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിതിൻ്റെ ഒന്നും ഉടമസ്ഥരല്ല, കാര്യവിചാരിപ്പുകാർ മാത്രമാണ്. ഇതെല്ലാം എൻ്റെ ഉടമസ്ഥതയിലാണെന്നൊന്നും വിചാരിക്കണ്ട. നമ്മൾ ഏൽപ്പിച്ചിരിക്കുകയാണ് അത് പ്രവർത്തിക്കാൻ. കാര്യവിചാരകന്മാർ മാത്രമാണ്. ലൂക്കോസ് 19 മനുഷ്യൻ ഉടമസ്ഥരല്ല, ഗ്രഹവിചാരകരാണ്. ലൂക്കോസ് 19:13 അവൻ ഭൃത്യന്മാരിൽ 10 പേരെ വിളിച്ച് 10 നാണയം അവരെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ തിരിച്ചു വരുന്നത് വരെ നിങ്ങൾ ഇതുകൊണ്ട് വ്യാപാരം ചെയ്യുവീൻ. വേറൊരു ഉപമ യേശു പറഞ്ഞതാണ്. എല്ലാവരെയും വിളിച്ചിട്ട് 10 നാണയം അവരെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഞാൻ തിരിച്ചു വരുന്നത് വരെ നിങ്ങളിതുകൊണ്ട് വ്യാപാരം ചെയ്യുവീൻ. അപ്പം തരുന്നത് എന്തിനാണ്? സൂക്ഷിച്ച് ഗ്രഹനായകൻ തിരിച്ചു വരുമ്പോൾ അങ്ങ് തിരിച്ചേൽപ്പിക്കാൻ വേണ്ടി ഞാൻ സൂക്ഷിക്കാൻ തന്നതല്ല, വ്യാപാരം ചെയ്യണം. 10 തന്നിട്ടുണ്ട്, വ്യാപാരം ചെയ്യാൻ തന്നതാണ്. അപ്പം നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ പ്രയോജനം ഉണ്ടാക്കണം, വ്യാപാരം ചെയ്യണം. മൂന്നാമതൊരു കാര്യം, നമ്മൾ ഗ്രഹവിചാരകരായതുകൊണ്ട് വിശ്വസ്തത വേണം. നയാപൈസയ്ക്കാണ് വിശ്വസ്തത കൂടിയേ തീരും. 1 കൊരിന്ത്യർ 4:2 പറയുന്നു, കാര്യസ്ഥന്മാർക്ക് വിശ്വസ്തത കൂടിയേ തീരും. ഇപ്പം ഗവൺമെൻറ് തലത്തിൽ കോൺട്രാക്ട് പണികളൊക്കെ എടുത്ത് വാങ്ങിച്ച് ചെയ്യുന്നവരുണ്ട്, അറിയാം. 5 ലക്ഷം ഗവൺമെൻറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് കണക്കൊക്കെ 5 ലക്ഷത്തിന് എഴുതും. പക്ഷേ ഇല്ല, ചിലവാക്കുന്നത് 1.5 ലക്ഷമോ 2 ലക്ഷമോ ആയിരിക്കും, ബാക്കി പോക്കറ്റിൽ കിടക്കും. അതൊന്നും ശരിയല്ലെന്ന് ഓർക്കണം. കാര്യസ്ഥന്മാർക്ക് വിശ്വസ്തത കൂടിയേ തീരൂ. ഇല്ലെങ്കിൽ നമ്മളെ കർത്താവിന് മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഇവിടെ കണക്ക് കള്ളക്കണക്ക് കാണിക്കാം, പക്ഷേ കർത്താവിന് മുമ്പിൽ കള്ളക്കണക്ക് കാണിക്കാനൊക്കത്തില്ല. കർത്താവിൻ്റെ കയ്യിൽ കണക്കുണ്ട്. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ജീവിതമെന്ന് പറയുന്നത് വിലയേറിയ ഒരു കാര്യമാണ്. 1 കൊരിന്ത്യർ 6:20 നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. നമ്മളെയൊക്കെ കർത്താവ് വാങ്ങിച്ചതാണ്, വിലയ്ക്ക് വാങ്ങിച്ചതാണ്. നമ്മൾ നമ്മുടെ സ്വന്തമല്ല. പൗലോസ് പറഞ്ഞിട്ടുണ്ട്, നാം കർത്താവിൻ്റേതാണ്. നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. അതുകൊണ്ട് ആ ശരീരത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ചുമതലയുണ്ട്. ഇത് സൂക്ഷിക്കേണ്ട ഒരു വിശുദ്ധ ഉപനിധിയാണ്. 1 തിമോത്തിയോസ് 6:20 പറയുന്നു, അല്ലയോ തിമോത്തിയോസേ, നിന്നെ ഭരമേൽപ്പിച്ചിട്ടുള്ളത് നീ കാത്തു സൂക്ഷിക്കുക. അധാർമികമായ വ്യർത്ഥ ഭാഷണത്തിൽ നിന്നും വിജ്ഞാനാഭാസത്തിൻ്റെ വൈരുദ്ധ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുക. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം അത് സൂക്ഷിക്കണം. പിന്നെ അധാർമികമായ വ്യർത്ഥ ഭാഷണങ്ങളിലൊന്നും നമ്മൾ ഏർപ്പെടേണ്ട കാര്യമില്ല. വിജ്ഞാനാഭാസത്തിൻ്റെ വൈരുദ്ധ്യങ്ങളിലോട്ടും നമ്മൾ കടക്കേണ്ട കാര്യമില്ല. 2 തിമോത്തിയോസ് 1:14 പറഞ്ഞിരിക്കുന്നു, നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന നല്ല നിക്ഷേപങ്ങൾ നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ കാത്തു സൂക്ഷിക്കുക. ഏൽപ്പിച്ചിരിക്കുന്ന ആ നിക്ഷേപങ്ങൾ അതൊരു നിധിയാണ്, അത് നഷ്ടപ്പെടുത്തി കളയരുത്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അത് കാത്തു സൂക്ഷിക്കണം. പിന്നെ നമുക്ക് ശുശ്രൂഷാ മനോഭാവമാണ് ഉണ്ടായിരിക്കേണ്ടത്. 1 പത്രോസ് 4:10 പറയുന്നു, ഓരോരുത്തനും തനിക്ക് കിട്ടിയ ദാനത്തെ ദൈവത്തിൻ്റെ വിവിധ ദാനങ്ങളുടെ ഉത്തമനായ കാര്യസ്ഥൻ എന്ന നിലയിൽ മറ്റെല്ലാവർക്കും വേണ്ടി ഉപയോഗിക്കട്ടെ. നമുക്ക് കാര്യസ്ഥരാണ്, നമ്മളെ കുറച്ച് ദാനങ്ങൾ ഏൽപ്പിച്ചിരിക്കുകയാണ്. അത് നമുക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതല്ല, എല്ലാവർക്കും കൊടുക്കാനാണ് നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മൾ കാര്യസ്ഥന്മാർ മാത്രമാണ്. എല്ലാവർക്കും കൊടുക്കാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്, എല്ലാവർക്കും വേണ്ടി ഉപയോഗിക്കാം. 7-മതൊരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇത് നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. മത്തായി 12:36 ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യർ പറയുന്ന
ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. കണക്ക് വ്യക്തമായിട്ട് ഡീറ്റെയിൽഡായിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. അവൻ്റെ കയ്യിൽ ഉണ്ട് കണക്ക്. ഓരോ വ്യർത്ഥവാക്കിനും കണക്ക് കൊടുക്കേണ്ടി വരും. നമ്മൾ ചുമ്മാ തമാശയായിട്ട് പറഞ്ഞല്ലോ എന്നൊക്കെ നമ്മൾ ചിലപ്പം പറയാം. അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ഓരോ വാക്കിനും കണക്ക് കൊടുക്കേണ്ടി വരും. തമാശ പറഞ്ഞതാണ്, സത്യനെ പറഞ്ഞെന്നല്ലേ ഉള്ളൂ എന്നൊക്കെ പറയാം. അല്ല, കണക്ക് കൊടുക്കേണ്ടതാണെന്ന് ഓർത്തോണം. ലൂക്കോസ് 12:48 അധികം ലഭിച്ചവനിൽ നിന്ന് അധികം ആവശ്യപ്പെടും, അധികം ഏൽപ്പിക്കപ്പെട്ടവനോട് അധികം ചോദിക്കും. കണ്ടല്ലേ, എല്ലാവർക്കും ഒരുപോലല്ല കൊടുത്ത്. 5 താലന്ത്, 2 താലന്ത്, 1 താലന്ത് കൊടുത്തു. കൂടുതൽ കൊടുത്തവരോട് കൂടുതൽ ചോദിക്കും. ആ ഉപമയിൽ നമ്മൾ പറയുന്നുണ്ട്, 5 താലന്ത് കിട്ടിയാൽ 5 കൂടി സമ്പാദിച്ചു. വിശ്വസ്തനായ ഭൃത്യ ഉണ്ട്. 5 കൊടുത്തവൻ 5 കൂടുതൽ, 2 കൊടുത്തവൻ 2 കൂടെ സമ്പാദിച്ചു. കൊള്ളാം, അത്രയും ഇരട്ടിയാക്കിയല്ലോ. അവൻ കുഴിച്ചിട്ടിരുന്നു പോട്ടെ. റോമർ 14:12 നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ചിലരെ അങ്ങ് പറഞ്ഞു വിടുമെന്നല്ല, എല്ലാവരും കർത്താവിൻ്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. വ്യക്തിപരമായ ചില ഉത്തരവാദിത്തങ്ങൾ നമുക്കുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. വ്യക്തിപരമായ ചില ഉത്തരവാദിത്തങ്ങൾ ജെറമ്യാ 31:30 പറയുന്നു, ഓരോരുത്തനും അവനവൻ്റെ അകൃത്യം നിമിത്തമാണ് മരിക്കുക. പച്ചമുന്തിരിങ്ങ തിന്നുന്നവൻ്റെ പല്ലേ പൊളിക്കൂ. പല്ല് പൊളിക്കുന്നതെന്ന് എല്ലാവരും പറയത്തില്ല. പച്ചമുന്തിരിങ്ങ തിന്നവൻ്റെ പല്ല പൊളിക്കുന്നത്. നമ്മൾ ചെയ്ത പാപത്തിന് നമ്മൾ ശിക്ഷ വഹിക്കേണ്ടി വരും. മറ്റുള്ളവരുടെ പാപത്തിന് നമ്മൾ ശിക്ഷ വഹിക്കേണ്ടി വരത്തില്ല. അത് നമ്മൾ ഓർക്കണം. ഗലാത്യർ 6:4 ഓരോ വ്യക്തിയും സ്വന്തം ചെയ്തികൾ വിലയിരുത്തട്ടെ, അപ്പോൾ അഭിമാനിക്കാനുള്ള വക അവനിൽ തന്നെ ആയിരിക്കും, മറ്റുള്ളവരിൽ ആയിരിക്കുകയില്ല. കർത്താവിന് വേണ്ടിയുള്ള നമ്മുടെ ശുശ്രൂഷകളെ സംബന്ധിച്ച് ചില കാര്യങ്ങളിലൂടെ നമ്മൾ പ്രത്യേകം അറിഞ്ഞിരിക്കുന്നത് നമ്മുടെ ശുശ്രൂഷയ്ക്ക് കൂടുതൽ നല്ലതായിരിക്കും. ഈ ആരാധനയെക്കുറിച്ചൊരു കാര്യം നമ്മൾ അറിയണം. ഹെബ്രായ ലേഖനം 12:28 പറയുന്നു, സുസ്ഥിരമായ ഒരു രാജ്യം ലഭിച്ചതിനാൽ നന്ദിയുള്ളവരായിരിക്കാം. നമുക്ക് കർത്താവിനോട് എല്ലാ കാര്യത്തിനും നന്ദി പ്രകടിപ്പിക്കണം. നമുക്ക് ഒരു രാജ്യം ലഭിച്ചിരിക്കുന്നു. ചെറിയ രാജ്യമൊന്നുമല്ല, ഇപ്പോൾ നാളെയോ മറ്റന്നാളോ അവസാനിച്ച് പോകുന്ന രാജ്യമല്ല. സുസ്ഥിരമായ ഒരു രാജ്യം നമുക്ക് ലഭിച്ചിരിക്കുന്നതിന് നമ്മൾ നന്ദി പറയണം. അങ്ങനെ ദൈവത്തിന് സ്വീകാര്യമായ ആരാധന ഭയഭക്ത്യാദരങ്ങളോട് സമർപ്പിക്കാം. ഈ നന്ദി നമ്മുടെ മനസ്സിലുണ്ടാകണം. അത് നമ്മൾ പറയണം, കർത്താവേ, എന്നെ സുസ്ഥിരമായ ഒരു രാജ്യത്തിൽ നീ എന്നെ ആക്കിയിരിക്കുന്നു, നന്ദി. ദൈവത്തിന് സ്വീകാര്യമായ ആരാധന ഭയഭക്തി ആദരങ്ങളോടുകൂടെ സമർപ്പിക്കാം. ആരാധന സമർപ്പിക്കുമ്പോൾ ചൊല്ലി തീർക്കുമല്ല, അത് ഭയം വേണം, ഭക്തി വേണം, ആദരവോട് വേണം സമർപ്പിക്കാൻ. അത് സമർപ്പിക്കുകയാണെന്ന് ഓർക്കണം. പുറപ്പാട് 23:24 പറയുന്നു, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും, നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും വെള്ളവും പാനീയവും കർത്താവ് ആശീർവദിച്ച് തരും. രോഗങ്ങളൊക്കെ നമുക്ക് മാറി തരും. ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. ആരാധിക്കപ്പെടേണ്ടവൻ ഒരുവൻ മാത്രം, ദൈവം. ആരാധനാപാത്രങ്ങൾ എന്ന് പറഞ്ഞ് പലരെയും കൊണ്ടുവന്ന് അങ്ങ് ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവരുണ്ട്. ഇങ്ങനെ ആരാധിക്കാനല്ല കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ആരാധനയ്ക്ക് യോഗ്യൻ ഒരുവൻ മാത്രം. എൻ്റെ ആരാധന, അയ്യോ ഞാനവനെ ആരാധിക്കുന്ന ആരാധനാപാത്രമാണല്ലോ, ഒന്നും വേണ്ട. ആരാധനയ്ക്ക് യോഗ്യൻ ഒരുവൻ മാത്രം, അത് കർത്താവാണ്. നിങ്ങൾ അവനെ ആരാധിക്കണം. ദൈവം നമുക്ക് എല്ലാ അനുഗ്രഹങ്ങൾ തരും. ഭക്ഷ്യം പാനീയം എല്ലാം ആശീർവദിക്കും, രോഗങ്ങളെല്ലാം മാറ്റിത്തരും. വേറെ സേവനത്തെക്കുറിച്ച് നമ്മളൊരു കാര്യം അറിഞ്ഞിരിക്കണം. നിയമാവർത്തനം 10:12 ഇസ്രായേലേ, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് നിങ്ങൾ അവിടുത്തെ ഭയപ്പെടുകയും അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ സ്നേഹിക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും കൂടെ അവിടുത്തെ സേവിക്കുകയും ചെയ്യുക എന്നതാണ്.
എന്താണ് കർത്താവ് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? ഒന്ന്, അവിടുത്തെ ഭയപ്പെടണം. കർത്താവ് എത്രയോ വലിയവനാണ്. ആ ഭയഭക്തി ആദരവോടുകൂടി നമ്മൾ നിൽക്കണമെന്നർത്ഥം. അവിടുത്തെ മാർഗത്തിൽ ചരിക്കണം. നമ്മുടെ ഇഷ്ടം പോലെ അല്ല മുന്നോട്ട് പോകേണ്ടത്. കർത്താവിൻ്റെ മാർഗം എന്തെന്ന് മനസ്സിലാക്കി ആ മാർഗത്തിൽ ചരിക്കണം. അവിടുത്തെ സ്നേഹിക്കണം. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ അവിടുത്തെ സേവിക്കണം. സ്നേഹിക്കണം, സേവിക്കണം, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും. വേറൊരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത്, മറ്റ് ദേവന്മാരെ ഉപേക്ഷിക്കണം. ചിലരങ്ങനല്ല, അതും ഇരിക്കട്ടെ ഇതും ഇരിക്കട്ടെ എന്ന് വിചാരിക്കുന്നവരുണ്ട്. ഇസ്രായേൽ ജനം കനാൻ നാട്ടിലൊക്കെ വന്നതിന് ശേഷം അതിന് മുമ്പും യഹോവയെ ആരാധിക്കുന്നെന്ന് പറയുകയും അതേ സമയത്ത് മറ്റ് ബാല അക്ഷര പ്രതിഷ്ഠകളെല്ലാം മറ്റ് ദേവന്മാരെ അങ്ങ് ആരാധിക്കും. ഇതും കിട്ടട്ടെ അതും കിട്ടട്ടെ എന്ന് വിചാരിക്കും. ഒക്കത്തിലെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. രണ്ട് വള്ളത്തിൽ മേൽ ചവിട്ടി നിൽക്കാൻ പറ്റത്തില്ല. ബാലിനെ ആരാധിക്കുന്നെങ്കിൽ യഹോവയെ വേണ്ടെന്നങ്ങ് പറഞ്ഞങ്ങ് പോക്കോ. യഹോവയെ ആരാധിക്കുന്നെങ്കിൽ ബാലിനെ കൂടെ ആരാധിക്കാനൊക്കത്തില്ല. ദൈവത്തെയും മാമോനെയും കൂടെ സേവിക്കാൻ സാധിക്കത്തില്ലെന്ന് കർത്താവ് എടുത്തു പറഞ്ഞിട്ടുണ്ട്. മറ്റ് ദേവന്മാരെ ഉപേക്ഷിക്കണം. ജോഷുവ 24:14 പറയുന്നു, ഈജിപ്തിലും നദിക്കക്കരെയും നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ചിരുന്ന ദേവന്മാരെ ഉപേക്ഷിച്ച് കർത്താവിനെ സേവിക്കുവീൻ. രണ്ടും കൂടെ ആയിക്കോട്ടെ എന്ന് ചിലർ വിചാരിക്കും. കർത്താവിനെ സേവിച്ച് പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഇവിടെയൊക്കെ നിൽപ്പുണ്ടല്ലോ, അവരെയൊക്കെ അങ്ങ് സേവിച്ചേക്കാം എന്ന് വിചാരിക്കരുത് എന്ന് ചുരുക്കം. പിന്നെ അറിയേണ്ടത്, നമ്മുടെ ശുശ്രൂഷ അത് സന്തോഷത്തോടെ ആയിരിക്കണം. അല്ല വിഷമിച്ച് കഷ്ടപ്പെട്ട് അയ്യോ എന്നോട് പറഞ്ഞതുകൊണ്ടങ്ങനെ ചെയ്യുക, അങ്ങനെ ആകരുത്. സന്തോഷത്തോടെ ആയിരിക്കണം. സങ്കീർത്തനം 100:2 പറയുന്നു, സന്തോഷത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവീൻ, ഗാനാലാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ നിങ്ങൾ വരുവീൻ. കർത്താവിന് മുമ്പ് വന്ന് സംഗീതം പാട്ടുപാടണം. സന്തോഷത്തോടെ ആയിരിക്കണം നമ്മൾ അവൻ്റെ സന്നിധിയിൽ നിൽക്കുന്നത്. ഇനി വേറൊന്ന് അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ നമ്മുടെ കർത്താവിന് വേണ്ടിയുള്ള നമ്മുടെ ജോലികളിൽ നമ്മൾ അഭിവൃദ്ധി പ്രാപിക്കണം. ഏത് കാര്യത്തിലും അങ്ങനെയാണല്ലോ. ഒരു ബിസിനസ് തുടങ്ങുന്നു, ആ തുടങ്ങുന്ന കാലത്തെ പോലെ ഇരുന്നാൽ മതിയോ? അഭിവൃദ്ധി പ്രാപിക്കണം. അതല്ലേ എൻ്റെ അർത്ഥം. നമ്മൾ കർത്താവിനോടുള്ള ഭയഭക്തിയിലെ ആരാധനയിലെ അവന് വേണ്ടിയുള്ള ജോലികൾ നമ്മൾ അഭിവൃദ്ധി പ്രാപിക്കണം. 1 കൊരിന്ത്യർ 15:58 പറയുന്നു, എൻ്റെ വത്സല സഹോദരരെ, കർത്താവിൽ നിങ്ങളുടെ ജോലി നിഷ്ഫലമല്ലെന്ന് ബോധ്യപ്പെട്ട് അവിടുത്തെ ജോലിയിൽ സദാ അഭിവൃദ്ധി പ്രാപിക്കുവീൻ. പ്രാപിച്ചിട്ട് സ്ഥിരചിത്തരും അചഞ്ചലരും ആയിരിക്കുവീൻ. പ്രവർത്തനങ്ങളിൽ നമ്മൾ കൂടുതൽ പ്രവർത്തിക്കണം. ഇന്ന് നമ്മൾ എത്ര ചെയ്യുന്നോ ഒരു 10% അടുത്ത മാസം കൂടുതൽ ചെയ്യുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. ക്രിസ്തുവിനായിട്ട് നമ്മൾ ചില പ്രവൃത്തികളിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ അതിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഒന്ന്, പിതാവ് നമ്മളെ ബഹുമാനിക്കും. യോഹന്നാൻ സുവിശേഷം 12:26, എന്നെ ശുശ്രൂഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, അപ്പോൾ ഞാനായിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനുമായിരിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. 2, കർത്താവിൽ നിന്ന് നമുക്ക് ചില അവകാശങ്ങളൊക്കെ ലഭിക്കും. കൊളോസ്യോസ് 3:24, നിങ്ങൾക്ക് പ്രതിഫലം ആയിട്ട് കർത്താവിൽ നിന്ന് അവകാശം ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. കർത്താവായ ക്രിസ്തുവിനെ തന്നെയാണല്ലോ നിങ്ങൾ ശുശ്രൂഷിക്കുന്നത്. നമുക്ക് അടുത്ത വാചകത്തിലേക്ക് കയറാം. 6:8 ഓരോരുത്തർക്കും സ്വതന്ത്രനോ അടിമയോ ആയിക്കൊള്ളട്ടെ, നല്ല പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. നമ്മൾ നന്മ പ്രവൃത്തികൾ ചെയ്യാൻ കർത്താവിൻ്റെ കൽപ്പന യഥാർത്ഥത്തിലുണ്ട്. സങ്കീർത്തനം 34:14, തിന്മയിൽ നിന്ന് അകന്ന് നന്മ ചെയ്യുവീൻ, സമാധാനം അന്വേഷിച്ച് അതിനെ പിന്തുടരുവീൻ. നന്മ ചെയ്യുവീൻ, സമാധാനം അന്വേഷിച്ച് അതിനെ പിന്തുടരുവീൻ. സങ്കീർത്തനം 37:3 പറയുന്നു, ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് നന്മ ചെയ്യുക, അപ്പോൾ ഭൂമിയിൽ നീ സുരക്ഷിതനായി വസിക്കും. 2, അത്യുന്നതൻ്റെ പുത്രന്മാരായിരിക്കണം നമ്മളിവിടെ. ലൂക്ക 6:35 പറയുന്നു, നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവീൻ,
തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവീൻ. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾ അത്യുന്നതൻ്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും. കാരണം അവിടുന്ന് നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്നു. പറഞ്ഞതിൻ്റെ അർത്ഥമേ, കർത്താവ് ചെയ്യുന്ന കാര്യം നമ്മൾ അതനുസരിച്ച് ചെയ്യുമ്പോൾ കർത്താവിൻ്റെ പുത്രന്മാരുടെ പദവിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൻ്റെ സ്വഭാവം അനുസരിച്ച് മക്കൾ ചെയ്യുമെന്നുള്ളതാണല്ലോ അതിൻ്റെ കാര്യം. കർത്താവ് ചെയ്യുന്നത് പോലെ നമ്മളും ചെയ്യുമ്പോൾ കർത്താവിൻ്റെ പുത്രന്മാരായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മൂന്നാമതൊരു കാര്യം, നമുക്ക് അധികാരിയെ ഭയപ്പെടാതെ ഇരിക്കാൻ സാധിക്കും. നമ്മൾ ശരിയായ നല്ല മാർഗത്തിൽ നല്ലതായിട്ട് ചെയ്യുവാണെങ്കിൽ. റോമർ 13:3-4 സൽപ്രവർത്തികൾ ചെയ്യുന്നവർക്കല്ല, ദുഷ്പ്രവർത്തികൾ ചെയ്യുന്നവർക്കാണ് അധികാരികൾ ഭീഷണിയായിരിക്കുന്നത്. നിനക്ക് അധികാരിയെ ഭയപ്പെടാതെ കഴിയണമെന്നുണ്ടോ? എങ്കിൽ നന്മ ചെയ്യുക. നിനക്ക് അവനിൽ നിന്ന് ബഹുമതി ഉണ്ടാകും. എന്തെന്നാൽ അവൻ നിൻ്റെ നന്മയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ ശുശ്രൂഷകൻ ആണ്. ഇനി നമുക്ക് അടുത്ത വാചകം കൂടെ ഒന്ന് ചിന്തിക്കാം. 6:9 യജമാനന്മാരെ, നിങ്ങളും ഇതേ രീതിയിൽ തന്നെ ദാസരോട് പെരുമാറുവീൻ. ഇപ്പോൾ നമ്മൾ ദാസര് യജമാനന്മാർക്ക് വേണ്ടി ചെയ്യുന്ന ജോലിയെക്കുറിച്ചാണ് ഇതുവരെയും പറഞ്ഞത്. ഇനി യജമാനന്മാരോടും പൗലോസ് പറയുകയാണ്, നിങ്ങളും ഇതേ രീതിയിൽ തന്നെ ദാസന്മാരോട് പെരുമാറുവീൻ. അവരെ ഭീഷണിപ്പെടുത്തരുത്. നിങ്ങളുടെയും അവരുടെയും യജമാനൻ സ്വർഗത്തിലുണ്ടെന്നും അവിടുത്തേക്ക് മുഖനോട്ടമില്ലെന്നും അറിയുവീൻ. യേശു സദാധിപൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തുന്ന കാര്യം ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം അവിടെ വിവരിച്ചിട്ടുണ്ട്. ഭൃത്യനെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് അവൻ യജമാനന് പ്രിയങ്കരനായിരുന്നു എന്നാണ്. ചില യഹൂദ പ്രമാണികൾ വഴിയാണ് യേശുവിനോട് അദ്ദേഹം വന്ന് അപേക്ഷ നടത്തുന്നത്. ശതാധിപനെക്കുറിച്ച് അവർ യേശുവിനോട് പറയുന്നത്, അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു, നമുക്കൊരു സിനഗോഗും പണിയിച്ച് തന്നിട്ടുണ്ട്. ഇതേ പ്രകാരമുള്ള സാക്ഷ്യം ലഭിക്കേണ്ടവരാ നമ്മളും. യേശു ആ ഭൃത്യനെ സുഖപ്പെടുത്തുന്നു. വേറൊരു ശതാധിപൻ കൊർണേലിയോസ്, ബൈബിളിൽ അദ്ദേഹത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 10:2 അവനും കുടുംബവും ദൈവഭയവും ഭക്തിയുമുള്ളവരായിരുന്നു. അവൻ ജനങ്ങൾക്ക് ഉദാരമായി ദാനധർമ്മം ചെയ്യുകയും ദൈവത്തോടെ നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്തു പോന്നു. എന്തൊരു മാതൃകയെ കാണിച്ചിരിക്കുന്നത്? ദൈവഭയവും ഭക്തിയുമുള്ളവരാണ്. ജനങ്ങൾക്ക് ഉദാരമായി ദാനം ചെയ്യുന്നു, ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കുന്നു. പ്രജാതിക്കാരനായ ഒരാൾ ദൈവത്തെക്കുറിച്ച് യഹോവയെക്കുറിച്ച് ചെയ്ത കാര്യമാണ്. ഭയഭക്തി യഹോവയോട് കാണിക്കുന്നു, ജനങ്ങൾക്ക് ഉദാരമായി ധർമ്മദാനം ചെയ്യുന്നു, ദൈവത്തോട് യഹോവയായ ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. യജമാനന്മാരൊക്കെ ഇപ്രകാരം മാതൃകാപരമായ ജീവിതമാണ് നയിക്കേണ്ടത്. നിങ്ങളുടെയും അവരുടെ യജമാനൻ സ്വർഗത്തിലുണ്ടല്ലോ എന്നാണ് എൻ്റെ അത് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെയും അവരുടെ യജമാനൻ യേശു യജമാനനാണ്. അവനിപ്പോൾ സ്വർഗത്തിലിരിക്കുന്നു. ഒരിക്കൽ യേശുവും ശിഷ്യന്മാരും വഞ്ചിയിൽ കയറി തടാകത്തിൻ്റെ മറുകരയിലേക്ക് പോകുമ്പോൾ ഒരു കൊടുങ്കാറ്റുണ്ടായി. അവർ അപകടത്തിലായി. കാരണം വഞ്ചിയിൽ വെള്ളം നിറഞ്ഞു. ലൂക്കോസ് 8-ാം അധ്യായം 24-ാം വാക്യം പറയുന്നു, അവർ അടുത്തു വന്ന ഗുരു ഗുരു ഞങ്ങൾ നശിക്കുന്നെന്ന് പറഞ്ഞ് യേശുവിനെ ഉണർത്തി. അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു. അവൻ നിലച്ചു, ശാന്തതയുണ്ടായി. യേശുവിന് മുഖനോട്ടമൊന്നുമില്ല. യേശു ലോകത്തെ വിധിക്കുന്നത് നീതിയോടും ന്യായത്തോടും കൂടിയായിരിക്കും. സങ്കീർത്തനം 98:9 പറയുന്നു, അവിടുന്ന് ഭൂമിയെ വിധിക്കാൻ വരുന്നു, അവിടുന്ന് ലോകത്തെ നീതിയോടും ന്യായത്തോടും കൂടെ വിധിക്കും. ഒരു പക്ഷപാതമൊന്നും കാണിക്കത്തില്ല. അതൊന്നും വിചാരിച്ച് ആരും ഇരിക്കരുത്. യേശയ്യ 11:4-5 വാക്യങ്ങൾ പറയുന്നു, ദരിദ്രരെ അവൻ ധർമ്മനിഷ്ഠയോടെ വിധിക്കും, ഭൂമിയിലെ എളിമയോ ഉള്ളവരോടെ അവൻ നീതിപൂർവ്വം വർത്തിക്കും, ആജ്ഞാദണ്ഡുകൊണ്ട് അവൻ ഭൂമിയെ പ്രകരിക്കും, അവൻ്റെ മൊഴി ദുഷ്ടരെ നിഗ്രഹിക്കും, നീതിയും വിശ്വസ്തതയും കൊണ്ട് അവൻ അരമുറുക്കും. നീതിയുള്ളവനാണ്, വിശ്വസ്തതയുള്ളവനാണ്.
അവൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കേണ്ടി വരും, കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നമ്മൾ പറയുന്ന ഓരോ വെറുതെ വാക്കിനും കണക്കുണ്ട്. അതൊക്കെ മനസ്സിലാക്കി വേണം ഇപ്പോൾ നമ്മൾ ജീവിക്കാനും പ്രവർത്തിക്കാനും. റോമർ 10:12 പറയുന്നു, യഹൂദനും ഗ്രീക്കാരും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല, എല്ലാവരുടെയും കർത്താവ് താൻ ഒരുവൻ തന്നെയാണ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് സമ്പത്ത് വർഷിക്കുന്നു. ഇതൊക്കെ മനസ്സിലാക്കി നമുക്ക് ജീവിക്കാം. ഇന്ന് നാം പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്തത് എഫെസ്യോസ് 6-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ്. ഭൃത്യരുടെയും യജമാനന്മാരുടെയും കടമകളൊക്കെ നാം പഠിച്ചു. ദാസന്മാർ മനുഷ്യരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയല്ല ശുശ്രൂഷ ചെയ്യുന്നത്. ദാസന്മാരുടെയും യജമാനന്മാരുടെയും യജമാനനാണ് സ്വർഗത്തിലിരിക്കുന്ന നമ്മുടെ കർത്താവ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനിയും 158-ാം എപ്പിസോഡിലെ 6-ാം അധ്യായം 10-ാം വാക്യം മുതൽ നമുക്ക് പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ സർവായുധ വർഗത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് നമുക്ക് ധ്യാനിച്ച് പഠിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തി അനുഗ്രഹിക്കട്ടെ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.